ഏകദിന ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഓസ്ട്രേലിയൻ ഇതിഹാസ താരം സ്റ്റീവ് സ്മിത്ത്. ICC ചാമ്പ്യൻസ് ട്രോഫി സെമിയിൽ ഇന്ത്യയോട് പരാജയപ്പെട്ട് ഓസ്ട്രേലിയ പുറത്തായതിനു പിന്നാലെയാണ് സ്മിത്ത് തന്റെ വിരമിക്കൽ കാര്യം സമൂഹ മാധ്യമങ്ങളിലൂടെ ആരാധകരെയും തന്റെ സഹതാരങ്ങളെയും അറിയിച്ചിരിക്കുന്നത്. അവസാന ഏകദിനത്തിൽ 73 റൺസ് നേടി ടീമിന്റെ ടോപ്പ് സ്കോറർ ആയതിനു ശേഷമാണ് സ്മിത്ത് ഏകദിന ക്രിക്കറ്റ് മതിയാക്കുന്നത്. ഓസ്ട്രേലിയ കണ്ട എക്കാലത്തെയും മികച്ച ODI താരവും കൂടിയായിരുന്നു സ്മിത്ത്. ക്രിക്കറ്റ് ലോകത്തെ ഞെട്ടിക്കുന്ന വിരമിക്കൽ പ്രഖ്യാപനം തന്നെയാണിത്. ഏകദിന ക്രിക്കറ്റ് മതിയാക്കിയെങ്കിലും ടെസ്റ്റിലും T20യിലും സ്മിത്ത് കളി തുടരും. ഓസ്ട്രേലിയൻ ക്രിക്കറ്റിലെ എക്കാലത്തെ മികച്ച ബാറ്റർമാരിൽ ഒരാളായ സ്റ്റീവ് സ്മിത്ത് 2010 ഫെബ്രുവരിയിൽ വെസ്റ്റ് ഇൻഡീസിനെതിരെ കളിച്ചുകൊണ്ടാണ് ഏകദിന കരിയർ തുടങ്ങുന്നത്. മൊത്തം 170 ഏകദിന മത്സരങ്ങളിൽ അദ്ദേഹം ഓസ്ട്രേലിയൻ ജേഴ്സി അണിഞ്ഞിട്ടുണ്ട്. 43.28 ബാറ്റിംഗ് ശരാശരിയിൽ 5800 റൺസാണ് ഏകദിനത്തിൽ താരത്തിന്റെ സമ്പാദ്യം. 12 സെഞ്ചുറികളും 35 അർദ്ധ സെഞ്ചുറികളും ഏകദിനത്തിൽ താരം നേടിയിട്ടുണ്ട്. 28 വിക്കറ്റുകളും ഏകദിനത്തിൽ അദ്ദേഹം വീഴ്ത്തിയിട്ടുണ്ട്. 2015ലും 2023ലും ഏകദിന ലോകകപ്പ് നേടിയ ഓസ്ട്രേലിയൻ ടീമിൽ അംഗമായിരുന്നു ഈ 35-കാരൻ. 2015ലും 2021ലും ഓസ്ട്രേലിയയുടെ മികച്ച പുരുഷ ഏകദിന താരമായി സ്മിത്ത് തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. 2015ൽ ICCയുടെ മികച്ച പുരുഷ ഏകദിന ടീമിൽ സ്മിത്ത് ഇടം നേടി. 2015ൽ ഓസ്ട്രേലിയൻ ഏകദിന ടീമിന്റെ ക്യാപ്റ്റനായി അരങ്ങേറിയ സ്റ്റീവ് സ്മിത്ത് 64 മത്സരങ്ങളിലാണ് ടീമിനെ നയിച്ചത്. ഇതിൽ 32 കളികളിൽ ഓസ്ട്രേലിയ വിജയിച്ചപ്പോൾ 28 കളികളിൽ പരാജയം നേരിട്ടു. 4 കളികൾ ഫലമുണ്ടായില്ല. സ്ഥിരം നായകനായ പാറ്റ് കമ്മിൻസ് പരിക്കേറ്റ് പുറത്തായ സാഹചര്യത്തിൽ 2025ലെ ചാമ്പ്യൻസ് ട്രോഫിയിൽ സ്മിത്തിനെ തേടി വീണ്ടും ക്യാപ്റ്റൻസി എത്തി. ഏകദിനത്തിൽ അവസാനം കളിച്ച ടൂർണമെന്റിൽ ടീമിനെ സെമി ഫൈനലിൽ എത്തിച്ചതിനു ശേഷമാണ് ഇപ്പോൾ അദ്ദേഹം കരിയറിലെ സുപ്രധാന തീരുമാനമെടുത്തിരിക്കുന്നത്. കൂടാതെ ഇന്ത്യക്കെതിരെ സ്റ്റീവ് സ്മിത്ത് അനേക റെക്കോർഡുകളും നേടിയിട്ടുണ്ട്.